ഇന്നത്തെ ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിന്റെ PR വർക്കിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ കുറ്റാരോപിതയായിരിക്കുന്നത് അനുമോൾ തന്നെയാണ്. ഈ ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ കേൾക്കുന്നതാണ് അനുമോളുടെ PRനെ കുറിച്ചിട്ട്. പ്രമുഖരായുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അനുമോൾക്ക് എതിരെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ആർക്കെന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും അവരുടെ വീഡിയോസ് കാണുന്നതാണ്. പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് ഞാൻ പറയുന്നത്. അനുമോൾക്ക് PR വർക്ക് ഉണ്ട് എന്ന് പറയുന്നു. അത് ബിന്നിയാണ് 16 ലക്ഷം എന്നുള്ളത് അനുമോൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞത്. അനുമോൾ അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അനുമോൾ PRന്റെ ഒരു കാര്യം ബിന്നിയോട് പറഞ്ഞിട്ടില്ലേ എങ്കിൽ അത് തെളിയിക്കപ്പെടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ എന്തായാലും ബിഗ് ബോസ് ആണല്ലോ ഇവർക്ക് മോർണിംഗ് ടാസ്ക് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ ഈ ഒരു കാര്യം എടുത്ത് വീഡിയോ സഹിതം എല്ലാവരുടെ മുമ്പിലും ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയണ്ടേ അനുമോൾ PR വർക്കിലാണ് ഇത്രയും മുന്നോട്ട് പോകുന്നത് ആണോ അല്ലേ എന്ന് നമുക്കറിയണം. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കണം. ബിന്നിയോട് എപ്പോഴാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് PR ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. ഇനി PR ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, എല്ലാവരും ഫേമസ് ആവാനായിട്ട് അതിനകത്ത് വന്നതാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്തായാലും ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യും. എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും മറ്റുള്ള ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ PR വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ നല്ല കാര്യങ്ങൾ കുറച്ച് നല്ലതായി കാണിക്കാനായിട്ട് ഉണ്ടാകും, നല്ലതാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മോശമായിട്ട് അപ്പുറത്ത് ഒരാളൊരു വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് കാണിക്കാനും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ കാണിക്കാനായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നല്ലതാണ്. പിന്നെ അവർ മേടിക്കുന്ന കാശ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് വരെ തെളിവില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുക അവർ 16 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. എന്തായാലും PR വർക്ക് എന്ന് പലതരത്തിലുള്ള PR വർക്ക് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം PR ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. കാശ് മേടിക്കാതെയാണ് ഇവരൊക്കെ PR വർക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് തടയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 16 ലക്ഷം അനുമോള് PR വർക്കിന് വേണ്ടി കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ബിഗ് ബോസ് ആണ്. കാരണം ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക് വെച്ചിട്ട് ഇത് ബിന്നിയുടെ വായിൽ കൂടെ നമ്മളെല്ലാവരും കേൾപ്പിച്ചിരിക്കുന്നത്. ഇനി ബിന്നിയുടെ ഒരു ഗെയിമിന് വേണ്ടിയ ഒരു ശുദ്ധ നുണയാണ് പറയുന്നതെങ്കിൽ ബിന്നിക്ക് അതിൻ്റെതായ ശിക്ഷ കിട്ടും വേണം.